Hello my dear learning birds. How are you all? Very good. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാവരും വളരെ കൺഫ്യൂഷനിലാണ്. അതുകൊണ്ട് ദയവായി എൻ്റെ കുട്ടികൾ എല്ലാവരും ഹെൽത്ത് മാക്സിമം ശ്രദ്ധിക്കണം. സെൽഫ് ഹൈജീനിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ ഓരോ ന്യൂസുകൾ ഡെയിലി ഇപ്പോൾ പുതിയ പുതിയ ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇച്ചിരി ടെൻഷനുണ്ട്. അപ്പം പേഴ്സണൽ ഹൈജീനിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ഹൈജീനിക് ഉറപ്പ് വരുത്തേണ്ടത്. അത് മനസ്സിലുണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. സമയം കളയുന്നില്ല. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അറിഞ്ഞു നിങ്ങൾക്കത് വീഡിയോ ലെങ്ത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് തന്നെ സമയമില്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മാക്സിമം ചുരുക്കും, പെട്ടെന്ന് സമ്മറി വൈസ് ആയിട്ട് അങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, നിങ്ങൾ വായിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, കഥ മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ കിട്ടും. വേറൊരു കാര്യം എൻ്റെ അടുത്ത് പറയാനുള്ളത്, ഷോർട്ട് വീഡിയോസ് ഇടുന്ന കാര്യം ഞാൻ വായിച്ചു. അപ്പം അതിൽ ഇപ്പോൾ മിസ്സിൻ്റെ ഫോണിൽ ഷോർട്ട് വീഡിയോ ഇടാനുള്ള ആ ഒരു സംഭവം അപ്ഡേറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് അത് പറ്റില്ല. സമ്മറി, ജസ്റ്റ് ഒരു ഷോർട്ട് സമ്മറി പോലെ നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ എളുപ്പമാണെന്ന് ഞാൻ അറിഞ്ഞു. എന്തായാലും ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്ഡേറ്റ് ആയ ശേഷം തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ വീഡിയോസ് ഇടാൻ ഞാൻ താമസിക്കുന്നത് ഈ ജോലി തിരക്കുള്ളത് കൊണ്ട് കൂടിയാണ്. നിങ്ങളുടെ അടുത്ത് എക്സ്ക്യൂസ് പറഞ്ഞതൊന്നും ശരിയില്ലാന്ന് മിസ്സിന് അറിയാം. പക്ഷെ നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്. ഒരിക്കലും ഞാൻ മനഃപൂർവ്വം ഡിലേ വരുത്തുന്നതല്ല. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എക്സാം ആണെന്ന് അറിയാം. അതുപോലെ തന്നെ എക്സാം എന്നാണെന്നും ആ ഡേറ്റുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം മിസ്സിനും ഒന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളെവിടെ നിർത്തിയത് ലാസ്റ്റ്? യെസ്, ഇവാൻസ് എക്സാമിന് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എന്നാൽ എക്സാം തുടങ്ങിയിട്ടില്ല. ആള് വീട്ടിലെന്ന പോലെ സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ ഒഫീഷ്യൽസും, പ്രിസണിലെ എല്ലാ ഒഫീഷ്യൽസും മാക്സിമം സെക്യൂരിറ്റി ഉറപ്പ് വരുത്തി എൻഷുർ ചെയ്തതിന് ശേഷം ആള് റെഡി ടു അറ്റൻഡ് ദ എക്സാം. ആ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ. ഇനി തുടർന്ന് എന്താ സംഭവിച്ചത് നോക്കാം. അപ്പം എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ പുസ്തകമുള്ളവരൊക്കെ പുസ്തകം നോക്കുക, അല്ലാത്തവർ ശ്രദ്ധിച്ചിരിക്കുക. തുടങ്ങാം. ഇവിടെ പോയി. യെസ്. Anyway, it wouldn't be any trouble at all to have the receiver turned on for the next couple of hours or so. It wasn't as if there was going to be anything to listen to, was it? Amongst other things, an invigilator's duty was to ensure that the strictest silence was observed. But still that little nagging doubt. Might Evans try to take advantage of McCleary? Get him to smuggle in a chisel or two, or a rope or ladder? So, ഇനി എക്സാം അടുത്ത നിമിഷത്തിൽ എക്സാം തുടങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഗവർണർക്ക് കുറച്ച് ഡൗട്ട്സുകൾ ഉള്ളിൽ. ഇനിയിപ്പോൾ കുറച്ച് അവിടത്തേക്ക് റിസീവർ ഫോൺ ഓണാക്കി വെച്ചിട്ടൊന്നും സംഭവിക്കാൻ മുന്നിൽ പ്രത്യേകിച്ച് എമർജൻസി കോൾസ് ഒന്നും വരാൻ പോകുന്നില്ല. എങ്കിലും എല്ലാം ഉറപ്പ് വരുത്തിയെങ്കിലും കൂടിയിട്ട് ആ നാഗിങ് ഡൗട്ട് എന്നാണ് പറയുന്നത്. അതായത് മനസ്സിനുള്ളകത്ത് എപ്പോഴും ഒരു സംശയം ദൂരീകരിച്ചിട്ടില്ല. എന്ത്, ഇനി എല്ലാം ഓക്കെയാണ്, ഫുൾ സേഫ്റ്റിയാണ്, റൂമൊക്കെ അണ്ടർ ഒബ്സർവേഷനിലാണ്. പക്ഷെ എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇയാൾ എന്തെങ്കിലും ഒരു ട്രിക്ക് ഒപ്പിക്കുമോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നുള്ള നാഗിങ് ഡൗട്ട് സ്റ്റിൽ ദർ ഇൻ ഗവർണേഴ്സ് മൈൻഡ്. എന്നാലും പറയാണ് ഒരു ഇൻവിജിലേറ്ററിന്റെ ഡ്യൂട്ടി എന്താണ്? യെസ്, ടു ഒബ്സർവ് ദ സൈലന്റ്. ഓഫ് കോഴ്സ് നമുക്കറിയാം എക്സാം നടക്കുമ്പോൾ അത് പിൻ ഡ്രോപ്പ് സൈലന്റ് തന്നെയായിരിക്കും. ഇനി പിന്നെ ഇയാൾക്ക് വരുന്ന ഒരു പേടി, ഒരു ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്ലേറിനെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഹാർഡ് ടൂൾ എങ്ങാനും കയ്യിലെടുത്ത് വെച്ചിട്ട് അതെങ്ങാനും ഉപയോഗിച്ചിട്ട് ഇവനെ മെക്ലേറിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് എങ്ങാനും ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമോ? ഇതൊക്കെ എങ്ങനെയുള്ള ഓരോ തോട്ട്സുകളെല്ലാം നമ്മുടെ ഗവർണറുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇവൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇവനെ യൂസ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമോ എന്ന ഒരു ഡൗട്ട്സ് ഇങ്ങനെ കടന്നു പോവുകയാണ്. The governor sat up sharply. It was all very well getting rid of any potential weapon that Evans could have used. But what about McCleary? Yes, അപ്പം everything is done, എല്ലാം റെഡിയാണ്. പക്ഷെ ഇനി ഇവാന്റെ കയ്യിൽ അകപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വെപ്പൺസും നമ്മൾ എടുത്തു മാറ്റി അല്ലെ. ഗെറ്റ് റിഡ് ഓഫ് എവറി പോസിബിൾ വെപ്പൺസ് ദാറ്റ് ഇവാൻ കുഡ് യൂസ്. ഇവാൻ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ വെപ്പൺസും നമ്മൾ എടുത്ത് മാറ്റിയതാണ്. അപ്പൊ ഇനി ഇവാൻസിന്റെ ഭാഗത്തുനിന്ന് ഒന്നുമില്ല, നമ്മൾ മാക്സിമം ഉറപ്പ് വരുത്തിയത്. ബട്ട് വാട്ട് അബൌട്ട് മെക്ലേറി? ഇയാൾ കയ്യിലെങ്ങാനും വല്ല സംഭവം ഉണ്ടോ എന്നൊരു തോട്ട് പെട്ടെന്ന് കയറി വന്നു നമ്മുടെ ഗവർണറിന്. What if quite unwittingly the innocent McCleary had bought and something himself, kind of jackknife perhaps? And what if Evans held him hostage with such a weapon? Yes. Now, അടുത്ത സംശയം, ഇയാളെങ്ങാനും അറിയാണ്ട്, അൺവിറ്റിംഗ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോയിങ്ലി നമ്മുടെ
ആര് നമ്മുടെ സൂപ്പർവൈസർ, ഹു ഇസ് ദ സൂപ്പർവൈസർ? മെക്ലീരി. യെസ്, ദ പ്രിസ്റ്റ് മാൻ. സോ മെക്ലീരി എങ്ങാനും കയ്യിൽ ഇനി വല്ല ഈ ജാക്ക് നൈഫ് പോലത്തെ ഒക്കെ പിന്നെ മടക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നീഫൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് സാധാരണയായിട്ട് എസ്പെഷ്യലി യൂറോപ്യൻസ് ഒക്കെ അവർ കയ്യിൽ കരുതുന്നത്. കാരണം വെച്ചാൽ ആപ്പിൾസ് ഒക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കോമൺ ടൂളാണത്, കയ്യിൽ എപ്പോഴും കരുതപ്പെടാവുന്ന. അപ്പൊ അങ്ങനെ വല്ല സംഭവങ്ങളും കയ്യിൽ വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. ഇനി വാട്ട് ഇഫ് ഇവാൻസ് ഹെൽഡ് ഹിം ഹോസ്റ്റേജ് വിത്ത് സച്ച് എ വെപ്പൺ? യെസ്, ഇനി അതെങ്ങാനും പിടിച്ചിട്ട് ഇവനെ ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചാലോ? അപ്പോ ഇവാന്റെ ഭാഗത്തോ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയെങ്കിലും ഇവര് നമ്മുടെ മെക്ലീരിയുടെ ഭാഗത്ത് വല്ലതും അൺവിറ്റിംഗ്ലി അറിയാതെ വല്ല വെപ്പൻസും ഹാർഡ് ടൂൾസ് എങ്ങാനും പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മറന്നുപോയി. പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്ന് the governor reached for the phone. It was 9:12 a.m. The examinee and the invigilator had already been introduced by Stephens when Jackson came back and shouted to McCleary through the cell door, "Can you come outside a minute, sir? You too, Stephen." അപ്പോൾ it was about to start the exam when a call had come. യെസ്, എന്നിട്ട് നമ്മുടെ ജാക്സൺ സ്റ്റീഫനെയും മെക്ലീറിയും കൂടി വിളിച്ചു, "Can you please come out?" And it was shouted like, because ഒരു സഡൻ കോൾ ആയിരുന്നു, പെട്ടെന്ന് ഒന്ന് പുറത്തേക്ക് വരാമോ? ബിക്കോസ് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്? യെസ്, ജാക്സൺ ക്വിക്ലി explained the governor's worries and McCleary patiently held out his arms at shoulder level while Jackson lightly frisked his clothes. Something hard here, sir. സോ പെട്ടെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബ്രീഫ് കൊടുത്തു. നമ്മുടെ ഗവർണർക്ക് ഇങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, ജസ്റ്റ് ഇൻ കേസ് ഇഫ് യു ഹാവ് എനി സ്ട്രോങ് വെപ്പൺസ് കൈൻഡ് ഓഫ് സ്റ്റഫ്സ് ഇഫ് യു ഹാവ്, മേ ബി events get smuggled you by using these weapons. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് ഇയാൾ നിങ്ങളെ നമ്മൾ പറ്റിക്കാൻ ശ്രമമുണ്ട്. അതുകൊണ്ട് തന്നെ ഐ ജസ്റ്റ് വാണ്ട് ഹാവ് എ ബ്രീഫ് ഫ്രിസ്ക് മീൻസ് എ സെർച്ച്, ഒരു ക്വിക്ക് സെർച്ച് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം. നമ്മുടെ ചർച്ച്മാൻ, ഐ മീൻ വാട്ട് ഈസ് ഹിസ് നെയിം, മെക്ലീറി കൈയൊക്കെ പൊക്കി നിന്നു, നിങ്ങൾ എന്നെ സെർച്ച് ചെയ്തോളൂ, നോ വറീസ് എന്ന രീതിയിൽ ചോദിച്ചു. അങ്ങനെ പറയുമ്പോൾ ഒരു സംതിങ് ഹാർഡ് ഹി ഫൗണ്ട് ദേർ. ഹു? യെസ്, ദിസ് ജാക്സൺ. ദെൻ വാട്ട് ഇസ് ദാറ്റ്? My reading glasses, replied McCleary, looking down at the spectacle case. Yo, it's my reading glass. അപ്പൊ ആ തടഞ്ഞത് എന്താണെന്ന് വെച്ചപ്പോൾ അതെന്റെ റീഡിംഗ് ഗ്ലാസ് ആണ്. ദ സ്പെക്ടക്കിൾ കേസ് ഗ്ലാസിന്റെ കൂടെ അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. Jackson quickly reassured him and bending down on the landing, thumb flicked the catches on the suitcase. അങ്ങനെ മൊത്തം ഓൾ ഓവർ അവിടെയൊക്കെ പരിശോധിച്ചതിന് ശേഷം അവിടെ ഒരു സ്യൂട്ട് കേസ് ഇരിക്കുന്നുണ്ടായിരുന്നു. നേരെ അങ്ങോട്ട് തിരിഞ്ഞു, അത് നോക്കി. ഹൂസ് സ്യൂട്ട് കേസ്? യെസ്, മെക്ലീറീസ്. Picked up each envelope in turn, carefully passed his palms along their surface and seemed satisfied. ഒക്കെ പെട്ടെന്ന് സ്യൂട്ട് കേസിൽ ഇങ്ങനെ പെട്ടെന്ന് താക്കി. ബിക്കോസ് യെസ്, ഓഫ് കോഴ്സ് എക്സാം തുടങ്ങുന്ന ടൈം ആയി കഴിഞ്ഞു. അപ്പൊ പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, നത്തിങ്, എവറിത്തിങ് ഈസ് ഡൺ, ഹി സാറ്റിസ്ഫൈഡ്. മീൻസ് ഒന്നും അങ്ങനെ പേടിക്കാനായിട്ടൊന്നും കണ്ടില്ല, ഒക്കെ ഓക്കെയാണ്. He refilled cursorily through a few pages of Holy Writ and vaguely shook the church times. എന്നിട്ട് പിന്നെ അതിനുശേഷം അവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞു എന്തൊക്കെയാണ് അവന്റെ ബോക്സിലുള്ളതെന്ന്. അപ്പൊ അവിടെ ഒരു ഹോളി റിറ്റ് മീൻസ് ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പൊ ബൈബിളിന്റെ പേജൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മറിച്ചു നോക്കി. അതുപോലെ തന്നെ വേറെന്താ ഇതിൽ കണ്ടത്? ഓൾ റൈറ്റ് സോ ഫാർ, ഇതുവരേക്കും നോത്തിങ്, ഓൾ ഗുഡ്. Then but one of the objects in McCleary's suitcase was puzzling him sorely. അപ്പൊ സോ ഫാർ സോ ഗുഡ്, ഇതുവരേക്കും എല്ലാം ഓക്കെയാണ്. പക്ഷെ വൺ ഓഫ് ദ തിങ് ദാറ്റ് ഹി ഫൗണ്ട് ഇൻ McCleary's suitcase made him puzzle sorely, very strongly. ഓക്കെ, ഒരു സാധനം കണ്ടുപിടിച്ചു. അത് ഇവനക്ക് ശരിക്കും നല്ലൊരു പണി കിട്ടി. വാട്ട്സ് ദാറ്റ്? Do you mind tell me why you are brought this, sir? അതെടുത്തുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ അതെന്താ നമ്മൾ പറഞ്ഞിട്ടില്ല, പറയാൻ പോവാണ്. If you can tell me why you are bringing this thing. What's that? He held up a smallish semi-inflated rubber ring, such as a young child with a waist about 12 inches might have struggled into. You thinking of going for a swim, sir? Of course. Who is searching? Jackson. എങ്ങനെയുള്ള ഒരാളാണ് ജാക്സൺ അല്ലെ? കുറച്ചൊരു ക്രിക്കറ്റ് മാനാണ്. അപ്പം മൂപ്പർക്ക് കിട്ടിയത് എന്താണ്? ഒരു റബ്ബർ റിങ്. നമ്മള് സ്വിമ്മിങ്ങിനൊക്കെ കുട്ടികളെ അരയിൽ കയറ്റി കൊടുക്കുന്ന ഒരു പകുതിയോളം കാറ്റൂതി ഉയർപ്പിച്ചിട്ടുള്ള ഒരു റബ്ബർ റിങ് ആണ് ചെറുത് കണ്ടുപിടിച്ചത്.
അപ്പോൾ എന്തപ്പോൾ ഇത് സൂട്ട് കേസിൽ എന്നുള്ള ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു തോട്ടല്ലേ, എന്തുകൊണ്ട് ഈ ഒരു റബ്ബറിങ് കാര്യമാണ്. അപ്പൊ ചോദിക്കുകയാണ്, നീങ്ങിത് കഴിഞ്ഞിട്ട് നീന്താൻ പോകാനുള്ള വല്ല പ്ലാൻ ഉണ്ടോ എന്നുള്ളതിൽ ഒരു ഐറോണിക്കലി ചോദിക്കുകയാണ് നമ്മുടെ ജാക്സൺ. Now, അപ്പോ McCleary's hitherto amiable demeanor was slightly ruffled by this tasteless little pleasantry, and he answered Jackson somewhat sorely. ഓക്കെ, അപ്പം ഈ ഒരു ചോദ്യം, അതായത് ഇവിടെ എങ്ങനെയാണ് അതിനെ പറഞ്ഞിരിക്കുന്നത് എന്നറിയാമോ? hitherto means previous, amiable means friendly, demeanor means a mannerism, attitude, was slightly ruffled by the tasteless little pleasantry. അപ്പൊ ഇത്രയും നേരം നമ്മുടെ പ്രീസ്റ്റ്മാൻ എങ്ങനെയായിരുന്നു? വെരി അമിയബിൾ, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അല്ലെ. അപ്പൊ അത് ഈ പ്രീവിയസ് ആയിട്ടുള്ള ആ ആറ്റിറ്റ്യൂഡ് അങ്ങ് ചെറുതായിട്ട് മാറി. ആരുടെ? നമ്മുടെ മെക്ലിയറിയുടെ. ഇത് ചർച്ച്മാൻ വളരെ സോഫ്റ്റ് ആയിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നു, എല്ലാമായിരുന്നു. ആ ഒരു മാനർ, ആ ഒരു ആറ്റിറ്റ്യൂഡ് റഫിൾഡ് മീൻസ് എന്താർത്ഥം? അതായത് ചേഞ്ച് ചെയ്തു, ഡിസോർഡർ ആയി അല്ലെങ്കിൽ ഡിസറേഞ്ച് മീൻസ് ചെറുതായിട്ട് നാളും സ്ലൈറ്റ്ലി മാറിയിട്ട് ഇച്ചിരി. അത് എന്തുകൊണ്ട്? ബൈ ദിസ് ടേസ്റ്റ്ലെസ് ലിറ്റിൽ പ്ലസൻട്രി. ടേസ്റ്റ്ലെസ് ലിറ്റിൽ പ്ലസൻട്രി മീൻസ് ദിസ് ടേസ്റ്റ്ലെസ് ജോക്ക്. പ്ലസൻട്രി മീൻസ് ജോക്ക്. ടേസ്റ്റ്ലെസ് ജോക്ക് നമ്മളെപ്പോഴും കേൾക്കാറല്ലേ? ഓ ക്യാൻ യു പ്ലീസ് സ്റ്റോപ്പ് ദിസ് ടേസ്റ്റ്ലെസ് ജോക്ക് പറയാറുണ്ട് അല്ലേ, ചളിയടിക്കുമ്പോൾ. യെസ്. അപ്പോ ഇത് കേട്ടിട്ട് നിങ്ങൾ എന്താ നീന്താൻ പോകുന്നുണ്ട് ചോദ്യം കേട്ടപ്പോൾ ഇയാൾ ഇച്ചിരി ആ ഒരു അയാളുടെ മാനേഴ്സ് ഒക്കെ ഒന്ന് മാറി, എന്നിട്ട് ഇച്ചിരി ദേഷ്യത്തോടു കൂടി തന്നെ, സോർലി മീൻസ് ആംഗർലി, ദേഷ്യത്തോടു കൂടി തന്നെ ആൻസർ പറഞ്ഞു. ഇഫ് യു മസ്റ്റ് നോ, നിങ്ങൾക്ക് അറിയണത് നിർബന്ധമാണെങ്കിൽ, ഐ സഫർ ഫ്രം ഹെമറോയിഡ്സ് ആൻഡ് when I'm sitting down for any length to time. So he couldn't complete his sentence actually. അപ്പൊ നിങ്ങൾക്ക് അറിയണ നിർബന്ധമാണെന്ന് അറിഞ്ഞു. I have these hemorrhoids, okay? So I need something to support for sitting because he's gonna sit for a long time. Yes. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തില്ല പറഞ്ഞു. ഓഫ്, അത് കേട്ടപ്പോൾ ആൾക്ക് മനസ്സിലായി പണി കിട്ടിയെന്ന്. സോ പിന്നെ എന്താ ഉണ്ടായത്? വെരി സോറി സർ, ഐ ഡിഡ്ന്റ് മീൻ ടു, ഐ എം സോ സോറി, ഐ ഡിഡ്ന്റ് മീൻ ഇറ്റ്. ഓ, ഓഫ് കോഴ്സ് അങ്ങനെ ചിന്തിക്കാൻ ചാൻസ് വളരെ കുറവാണ് താനും. അപ്പൊ അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ച് ചോദിച്ചതല്ല എന്നുള്ളതിൽ പറഞ്ഞു. വെരി സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു. The embarrassment was still reddening Jackson's cheeks when he found the paper knife at the bottom of the case. I think I would better keep this though, if you don't mind. That is sir. Okay, അപ്പൊ ഇതോടുകൂടി സെർച്ചിങ് അവിടെ നിന്നു. അപ്പം ഇതിനൊരു സോറി പറഞ്ഞു. ഹി ഫെൽറ്റ് എംബാരസ്ഡ്, ഓഫ് കോഴ്സ്, എംബാരസ്ഡ് ആയി, അത് മുഖമൊക്കെ റെഡ്നെസ് ആയി. എന്നിട്ട് പിന്നെ ഒരു പേപ്പർ നൈഫ് കണ്ടു. അപ്പൊ നമ്മുടെ ജാക്സൺ പറഞ്ഞു, ഇത് ഞാൻ കൈവശം വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് അവിടെ കംപ്ലീറ്റ് ആക്കി. വാട്ട്? ദ സെർച്ചിങ് ഈസ് കംപ്ലീറ്റഡ്. നൗ വാട്ട് ഹാപ്പൻ ദ നെക്സ്റ്റ്? It was 9:18 a.m. before the governor had heard their voices again. It was clear that the examination was going to be more than little late in getting underway. അങ്ങനെ എക്സാം after all of this drama a bit late, okay, കുറച്ച് ലേറ്റ് ആയി എക്സാം തുടങ്ങാൻ വേണ്ടിയിട്ട്, ഈ എല്ലാ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. ഇനി തുടർന്ന് ഇവർ തമ്മിൽ ചെറിയൊരു സംഭാഷണമാണ്. അതെന്താ നോക്കാം. മെക്ലിയർ ചോദിക്കുകയാണ്, you have got a watch? Yes sir, I'll be telling you when to start. And again, you have 5 minutes left, alright? There's plenty more. This writing paper should you need it. Now, write the... Okay, അപ്പൊ ഇത്രയും അവർ സംസാരിച്ചു. നിനക്ക് വാച്ച് കിട്ടിയിട്ടുണ്ടോ? ഇനിയും സമയമുണ്ട്, അങ്ങനെ കാര്യങ്ങൾ. എക്സാം തുടങ്ങുകയാണ്. അപ്പൊ എന്തിനാ വാച്ച് വയ്ക്കുന്നത്? ഓഫ് കോഴ്സ് സമയം അറിയണ്ടേ, സമയം ഉണ്ടായിരിക്കും എക്സാമിന്റെ ആ ഡ്യൂറേഷൻ ഒക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ സെറ്റ്. Now, write the name of the paper 021 in the top of hand corner. In the top right hand corner, write your index number 313, and in the box just below that, write your center number 277. Alright, like this. നമുക്ക് എല്ലാ പ്രത്യേകം പോലെ തന്നെ എക്സാം എഴുതാൻ പോകുമ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടില്ലേ? അപ്പൊ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മുടെ മെക്ലിയറി ആസ് എൻ ഇൻഡിവിജ്വൽ ഇവന്റ്സിന് കൊടുക്കുകയാണ്. I'm now going to. So, not going to say is, I don't know about that. Mr. Jackson given me strict instructions too. How am I supposed to concentrate on my exam with someone breathing down my neck crest? Sorry sir, I didn't mean. So, McLeary ചോദിച്ചു, now I'm going to complete ആക്കിയില്ല. അപ്പോഴത്തേക്കും not going to stay here. I don't know about that. എന്താ സംഭവം? അതായത് ഇവര് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് സമയത്ത് സ്റ്റീഫൻ ഇങ്ങോട്ട് വരിക.
അയാളും നേരെ ഇതിന്റെ അടുത്ത് നമ്മുടെ എക്സാമിന്റെ അടുത്ത് നിൽക്കാനുള്ള പരിപാടിയാണ്. മിസ്റ്റർ ജാക്സൺ ഗിവൺ മീ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ടു. ഓക്കെ, സോ പറയാണ് മിസ്റ്റർ ജാക്സണോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നിനക്ക് ഇൻസ്ട്രക്ഷൻസ് തരണം എന്നൊക്കെ പറയും, എന്നെയും കൂടി ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ പറയാണ്. അപ്പൊ അത് ഇവൻ രസിച്ചില്ല. പറഞ്ഞു ഞാൻ എങ്ങനെ കോൺസെൻട്രേറ്റ് ആയിട്ട് എക്സാം എഴുതും, ഒരാളെന്റെ കഴുത്തിന് താഴെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ. ഓഫ് കോഴ്സ്, സോ ഹി എക്സ്പ്രസ്ഡ് ഹിസ് uncomfortness. What's the uncomfortness? Is the presence of Stephen very close near to him. The governor reached for the phone. Jackson, good. Get Stephen out of the cell, will you? I think we were perhaps overdoing things. Yes. അപ്പം ഇതെല്ലാം കൂടി വാച്ച് ചെയ്യുന്ന നമ്മുടെ ഗവർണറിന് തന്നെ തോന്നി നമുക്ക് നമ്മുടെ സ്റ്റീഫനെ പതുക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വിളിക്കാമെന്ന്. അങ്ങനെ അവരത് ചെയ്തു. As you wish, sir. The governor heard the exchange in the cell, heard the door clang once more, and heard McCleary announce that the examination had begun at last. So finally, Stephen പുറത്തു പോയി, എക്സാം തുടങ്ങി. It was 9:25 a.m. and there was a great calm. At 9:40 a.m., the examinations board rang through and the assistant secretary with special responsibility for modern language asked to speak to the governor. The examination had already started, no doubt. A quarter of an hour ago. Yes, well, there was a correction slip which some fool had forgotten to place in the examination package. Very brief. Could the governor please? So again ഒരു ഫോൺ കോൾ വന്നു നമ്മുടെ ബോർഡ് ഓഫ് എക്സാമിനേഷന്. ഒന്നുമല്ല, ഒരു കറക്ഷൻ സ്ലിപ്പ് ഉണ്ടായിരുന്നു, അത് ഇവർക്ക് അയച്ചു കൊടുത്ത പാക്കേജിൽ വെക്കാൻ മറന്നുപോയി. അപ്പൊ അതിന്റെ ഒരു ബ്രീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണറോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. യെസ്, ഓഫ് കോഴ്സ്, ഐ വിൽ പുട്ട് യു സ്ട്രേറ്റ് ത്രൂ ദ മിസ്റ്റർ ജാക്സൺ ഇൻ ഡീവിംഗ്. ഹോൾഡ് ലൈൻ എ മിനിറ്റ്. Was this a sort of thing the governor had feared? Was the phone call fake? Was the phone call a fake? Some signal, some secret message, but he could check on that immediately. He dialed the number of the examination board but heard only the staccato bleeps of a line engaged. But then the line was engaged, wasn't it? Yes, not very intelligent, that. So ഹിയർ എന്തുണ്ടായി, പെട്ടെന്ന് ഈ ഫോൺ കോൾ വന്നപ്പോൾ ഇവർക്കൊരു ഡൗട്ട്, ഇനി ഇതൊരു ഫേക്ക് ആണോ, ഇത് ഇവർ എന്തെങ്കിലും ഒരു ഹിന്റ് ആയിരിക്കുമോ ഒക്കെ ഒരു ഡൗട്ട് വന്നു. ഞാൻ തിരിച്ചു വിളിച്ചു നോക്കി നോക്കുമ്പോൾ അവിടെ ഒരു ഡയൽ ട്യൂണും ഒരു ഇവിടെ എന്താ പറയാ സ്റ്റെക്കാറ്റോ ബ്ലീസ് കൈൻഡ് ഓഫ് ഷോർട്ട് മ്യൂസിക് ഒക്കെയാണ് വന്നത്. പിന്നെ ഫോൺ എൻഗേജ്ഡ് ആയി. ഈവൻ ദോ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഓഫ് ഇന്റലിജന്റ്, ദേ ചെക്ക്ഡ് ഫ്രം ദെയർ സൈഡ് ടു മേക്ക് അഷ്യൂർ. Now, 2 minutes later, he heard some whispered communication in the cell and then McCleary's broad Scots voice. ഓക്കെ, അതിനുശേഷം സംഭവമൊക്കെ അപ്പോൾ അവിടെ ബ്രീഫ് കിട്ടിയെന്നാണ് അതിന്റെ അർത്ഥം. അതായത് പിന്നെ നമ്മുടെ മെക്ലീറിയുടെ കൺവെർസേഷൻ ആണ് നമ്മുടെ ഗവർണർ കേൾക്കുന്നത്. ദാറ്റ് മീൻസ് ഹി ഗോട്ട് സം ന്യൂസ് ഫ്രം ദ ബോർഡ്. സോ വാട്ട്സ് ദാറ്റ്? വിൽ യു പ്ലീസ് സ്റ്റോപ്പ് റൈഡിംഗ് in a while, Mr. Evans, and listen carefully. Candidates offering German 0211 should know the following correction. So there is a correction. Exactly, the phone call was correct on the page 3. So now the എന്താണ് correction എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ നോക്കാം correction. 15, the fourth word should read goldenen, not golden. And the word phrase will therefore read zum goldenen lowen, not zum golden lowen. I will repeat that. So this is the words by Mr. McCleary. He's reading the correction. It should read like this, not like that. So it's German, of course. The governor listened and smiled. He had taken German in the sixth from himself, and he remembered all about the agreements of adjectives. And so did McCleary. By the sound of things, for the minister's pronunciation was not impressive. But what about Evans? He probably didn't know what an adjective was. So ഇതൊക്കെ ആര് കേട്ടു? ഈ കറക്ഷൻ ഒക്കെ നമ്മുടെ ഗവർണർ കേട്ടു. അപ്പൊ ഗവർണർ അത് കേട്ടിട്ട് ചിരിച്ചു. കാരണം ആ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ കേട്ട് it was that much of impressive by Mr. McCleary. And how do the governor knows? Because he also got German from his 6th onwards. So he knows. And he understood that it is something, the correction is about adjectives. And here he's thinking, and he's ironically saying that he even don't know what his adjective was. Just a funny things. The phone rang again. The magistrate's court. They needed a prison van and a couple of prison officers. Remand case. And within 2 minutes, the governor was wondering whether that could be a hoax. He told himself not to be so silly. His imagination was beginning to run
റൈറ്റ്, യെസ്. നൗ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അഗെയിൻ നമ്മുടെ ഫോൺ റിങ് ചെയ്തു. അപ്പോൾ അത് പിന്നെ മജിസ്ട്രേറ്റ്സ് കോർട്ടിൽ നിന്നായിരുന്നു. ദേ നീഡ് സം prison man, I mean sorry, not prison man, officers. There was something happening outside, so they need prison officers and van etc. remand case. So അവിടെ പുറത്തൊരു പ്രശ്നം ഉണ്ടായപ്പോൾ കുറച്ച് അവിടെ ഒരു പുറത്ത് എന്തോ ബഹളം കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ഇവിടുന്ന് കുറച്ച് പേര് അങ്ങോട്ട് വേണം. ആൻഡ് വിത്തിൻ 2 minutes ദ ഗവർണർ ഒക്കെ സംഭവിച്ചതിന് ശേഷം പെട്ടെന്ന് ഇനി ഇതൊരു പ്രാങ്ക് ആയിരിക്കുമോ എന്നൊരു തോട്ടുണ്ട്. എന്തുണ്ടായാലും ഡൗട്ട്സ് വരും, ഓഫ് കോഴ്സ്, ബിക്കോസ് ഇവൻ ഈസ് വെരി എക്സലന്റ് ഇൻ ദിസ്, യെസ്, imprisonment. So remand, okay, and within 2 minutes the governor was wondering whether that could be a hoax means a prank. It could be a prank, maybe by someone പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ. He told himself not to be so silly. His imagination was beginning to run. റൈറ്റ്, അതായത് ഇമാജിനേഷൻ ഓഫ് കോഴ്സ് അവന്റെ തോട്ടുകളെയൊന്നും അങ്ങനെ സില്ലി ആക്കേണ്ട ആവശ്യവുമില്ല. അവന്റെ ഇമാജിനേഷൻ ഒരു പിന്നെ ഈ ക്രമസമാധാനം നശിപ്പിക്കാൻ പോലെ ആയിരിക്കുന്നു. ബിക്കോസ് അറിയാം, കാരണം അത്രയും ടെൻഷനാണ്. ഇനി ഒരു ചീത്തപ്പരം നമ്മൾ ആർമി പറഞ്ഞു അല്ലേ, ദേ ഡോണ്ട് വാണ്ട് ടു ഹിയർ. ഈ വൺസ് ഫോർ ദ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ആൻ അവർ സ്റ്റീഫൻ ഹാഡ് ഡിഫിക്കൽട്ടി dutifully peered through the peephole at intervals of 1 minute or so, and after that every 2 minutes. At 10:45 a.m. everything was still all right as he looked through the peephole once more. So everything, the scenario is going on still the same level. Stephen dutifully looking through the hole. എന്താ പറയുന്നതിന് നമ്മൾ ഇങ്ങനെ നോക്കൂലേ, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഗോയിങ് ഓൺ വെരി വെൽ, എല്ലാം അതുപോലെ തന്നെ പോകുന്നു. എവറി 2 minutes എന്നാണ് പറയുന്നത്. 10:45 a.m. everything was still all right as he looked through the peephole once more. It took 4 or 5 seconds, no more. What was the point? It was always more or less the same. He wants his pen between his lips, starts staring straight in the front of him towards the door, seeking, it seemed, some sorely needed inspiration from somewhere. And opposite him McCleary, yes, അപ്പോൾ McClearyക്ക് വരുന്നേക്കാൾ മുന്നേ നമ്മുടെ ഇവാൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, യെസ്, പെന്നും വായിലിട്ടുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുകയാണ്. ഓഫ് കോഴ്സ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ് എക്സാം എഴുതുന്ന സമയത്ത് അല്ലെ, വായിലിട്ടിട്ട് ഭയങ്കര ആലോചന. ഇഫ് ഐ ക്യാൻ സം കൈൻഡ് ഓഫ് ഇൻസ്പിറേഷൻ ഫ്രം എനിവേർ, യുനോ, നമ്മുടെ ഒരു മൂഡ് എക്സാമിന്റെ സമയത്ത് നല്ല രസകരമായിട്ടുള്ള ഫേസസ് ഒക്കെ കാണാൻ കഴിയും. ഓക്കെ, എനിഹൗ യു നോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഈവൻ ഇഫ് ഇറ്റ്സ് എക്സാം, യുനോ, നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യാന്ന് അതിന്റെ ഒരു റിസൾട്ട് എങ്ങനെ വരുമെന്ന് അറിയോ, നമ്മൾ എത്രമാത്രം റിലാക്സ്ഡ് ആണ് അതുപോലെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സാം, യുനോ. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും പറയാറില്ലേ, എക്സാം ആണെന്ന് കരുതിയിട്ട് പേടി, അതുപോലെ തന്നെ ഇൻവിജിലേറ്റർ ആയിട്ട് വരുന്നവരോട് ഒരു ദേഷ്യം, ഇതൊന്നും വേണ്ട. കൂൾ 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 കൂൾ. ഓക്കെ, നമ്മൾ റിലാക്സ്ഡ് ആണ്, നമ്മൾ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, യു ക്യാൻ ഡു ഇറ്റ് ഇൻ എ പ്ലസന്റ് വേ. ഒരിക്കലും ഒരു എക്സാമിന് ഒരു ശത്രുവായിട്ട് കാണേണ്ടി വരില്ല. കം ടു ദ പോയിന്റ്. ഓക്കെ, നമ്മൾ ലൈവ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ചു വിളിച്ചിരുന്നു മിസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ അതിനില്ല. അപ്പൊ ഞാൻ തന്നെ മെമ്മറി വെച്ചേക്കാണ്, ഞാൻ സംസാരിച്ചിട്ട് സമയം കളഞ്ഞില്ല. വേർ വി ആർ ബൈ ദ വേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവൻസ് ഇരിക്കുന്ന ഒരു പോസ്റ്ററാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമ്മുടെ മെക്ലിറിയുടെ പോസ്റ്റർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ഓപ്പോസിറ്റ് ഹിം മെക്ലിറി സീറ്റഡ് സ്ലൈറ്റ്ലി സ്ക്യൂ ഫ്രം ദ ടേബിൾ നൗ. ആള് ഇങ്ങനെ ഇരുന്ന ആള് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, ഇരുന്ന് ക്ഷണിച്ചൊന്ന് ചെരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഒന്ന് ചെരിഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. സ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കിൾഡ്. ദെൻ ഹിസ് ഫേസ് ഇൻ സെമി പ്രൊഫൈൽ, അതായത് പാർട്ട്ലി ടേൺഡ്. നിങ്ങളിരിക്കില്ലേ, ചെരിഞ്ഞിട്ടൊക്കെ ഇരിക്കില്ലേ. ഹിസ് ഹെയർ ആസ് സ്റ്റീഫൻ ഹാഡ് നോട്ടീസ്ഡ് ഏർലിയർ, ഓക്കെ, amateurishly clipped pretty closely to the scalp. അതായത് ക്ലംസ്ലി അൺസ്കിൽഫുള്ളി, ഹെയർ ഒന്നും അങ്ങനെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടൊന്നല്ല, ഒരു ഇങ്ങനെയൊക്കെ അവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹിസ് ഐസ് ബിഹൈൻഡ് ദ പെബിൾ ലെൻസ് പിയറിംഗ് ഷോർട്ട് സൈഡ്ലി അറ്റ് ദി ചർച്ച് ടൈംസ്. His right index finger hooked beneath the narrow clerical collar, and the fingers of the left hand, the nails meticulously manicured, slowly stroking the short black beard. കുഞ്ഞു താടിയൊക്കെ ഇങ്ങനെ പിടിച്ച്, അപ്പം നെയിലൊക്കെ നന്നായി മാനിക്യൂർ ചെയ്ത് വെട്ടി ഒതുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൈ അണിച്ചെങ്കിൽ സ്കോളറിന്റെ, മറ്റേ റൈറ്റ് ഹാൻഡ് കോളറിന്റെ അവിടെ വെച്ച് ആളൊരു നല്ലൊരു പോസ്റ്റർ. ഇവരെന്താണ് എഴുതുന്നത് അതൊന്നുമില്ല, വേറെ എന്തെങ്കിലും ചിന്തിക്കണ്ടാവും. അങ്ങനെ ആളിരിക്കണം.
ദെൻ ഇത് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ എക്സാം എഴുതുന്ന സമയത്തെ ഇതുപോലെ ഒരു സാർ ഉണ്ടായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ കുഞ്ഞു താടിയൊക്കെ ആയിട്ട് സാറ് കുറെ നേരം നടക്കും, ഒരു രക്ഷയില്ല. പിന്നെ കുറെ നേരം ഇങ്ങനെ നിൽക്കും. പിന്നെ സാറിന് ഇങ്ങനെ ഒരു നിൽക്കണം. അപ്പൊ സാറ് ഞങ്ങളെ നവല് നോക്കണ്ടാവുക, ഇതിങ്ങനെ തടവിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. ചിലപ്പോ നമ്മള് ആൻസറൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ശ്രദ്ധ മീൻസ് സാറിന്റെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ആലോചിക്കണം, ഞാൻ സാറിന്റെ എന്തോ സാർ ഇങ്ങനെ നിൽക്കണമെന്നൊരു ഒരു നോട്ടം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മുടെ മെക്ലേറി ഇരിക്കുന്നത്. Then at 10:50 a.m. the receiver crackled to life. That means the receiver phone rang, and the governor realized he had almost forgotten Evans for a few minutes. എന്തായി നമ്മുടെ ഇവാൻ ആ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധ വിട്ടു. എന്റെ ഇടയിൽ ചെറിയൊരു ഫോൺ കോളും പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ. Then Evans, please sir. Okay, ആദ്യം please sir കേട്ടില്ല, ആള് ഭയങ്കര ചിന്തയിലാണ്. പ്ലീസ് സർ, കുറച്ചും കൂടി സൗണ്ട്. വുഡ് യു മൈൻഡ് ഇഫ് ഐ പുട്ട് എ ബ്ലാങ്കറ്റ് അറൗണ്ട് മീ അറൗണ്ട് മൈ ഷോൾഡർ സർ? ഇറ്റ്സ് ബിറ്റ് പാക്കി isn't it? നല്ല തണവില്ലേ സർ? ഞാൻ എന്റെ ബ്ലാങ്കറ്റ് ഒന്ന് എടുത്തിട്ടോട്ടെ ചോദിക്കണം. There's one on me bunker sir. ഓക്കെ, എന്റെ കിടക്കയിൽ പറഞ്ഞ് ഇരിക്കുന്നുണ്ട്, ഞാനതൊന്നും എടുത്തോട്ടെ. Be quick about it. Okay, പെട്ടെന്നാവണം. At 10:51 a.m. Stephens was more than a little surprised to see a grey regulation blanket wrapped around Evan's shoulders, and he frowned slightly and looked at the examinee more closely. But Evans, the pen still between his teeth, was staring just as vacantly as before, blankly beneath a blanket. Should Stephens report the slight irregularity? അപ്പം ആള് അടുത്ത 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അങ്ങനെ നോക്കി നോക്കുമ്പോ ആള് ഒന്ന് ഫ്രോൺ ചെയ്തു, എന്താ പറയാ, ഇവിടെയൊക്കെ ചുരുട്ടി നോക്കി. ഇതെന്തപ്പോ ഇത്? അത്ര നേരം ഇവാൻസിന്റെ മേലെ ഈ ഇത് ഉണ്ടായിരുന്നില്ലല്ലോ, ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഒന്നുകൂടി ഇങ്ങനെ ഫ്രോൺ ചെയ്തു നോക്കി, ഇങ്ങനെ മുഷ്ടി ചുരുട്ടി, എന്താ പറയാ, നെറ്റി ചുരുട്ടി നോക്കൂലോ. അപ്പം ബട്ട് ഇവാൻസ് പക്ഷെ ആളെ തന്നെയാണ്, ആ ഒരു പോസ്റ്റർ യാതൊരു മാറ്റമില്ല. പെന്നും വയലിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ബ്ലാങ്കറ്റ് ഉണ്ടെന്നുള്ളൂ മേത്ത് കൂടെ. ബ്ലാങ്ക്ലി ബിനീത്ത് എ ബ്ലാങ്കറ്റ്. ഒന്നും അറിയില്ല, അതാണ് അവിടെ പറയുന്നത്. വെറുതെ ഇരിക്കുകയാണ്, ഒന്നും എഴുതാൻ കിട്ടാതെ എന്നുള്ളതില്. ഷുഡ് സ്റ്റീഫൻ റിപ്പോർട്ട് ദ സ്ലൈറ്റ് ഇൻറെഗുലാരിറ്റി? ഇനിയിപ്പോ ഇത് റിപ്പോർട്ട് ചെയ്യണോ? ഇവര് എഴുന്നേറ്റ് ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ടത് ഒന്ന് റിപ്പോർട്ട് ചെയ്യണോ എന്നുള്ള ഒരു സംശയം വരികയാണ്. എനിത്തിങ് അറ്റ് ഓൾ ഫിഷി ഹാസന്റ് ജാക്സൺ സെറ്റ്? അതായത് ജാക്സൺ പറഞ്ഞിട്ടുള്ളത് എന്ത് ഫിഷി മീൻസ് ഡൗട്ട്ഫുൾ. നിനക്ക് തോന്നുന്നുണ്ടോ? എനിത്തിങ് വാട്ട് എവർ യു ഫീൽ ഇറ്റ്, എന്താ പറയാ, ഫിഷി, ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുന്ന യു ഷുഡ് റിപ്പോർട്ട് ഓർ യു ഷുഡ് ബി മോർ വിജിലന്റ്. He looked through the peephole once again, and even as he did so, Evans pulled the dirty blanket more closely to himself. Was he planning a sudden Batman leap to suffocate McCleary in the blanket? Don't be daft. There was never any sun on this side of the prison. No heating either during the summer months, and it could get quite chilly in some of the cells. Stephen decided to revert to his earlier every minute observation. Yes. അപ്പം ഇയാൾക്കാകെ ഡൗട്ടായി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ആലോചിച്ചു വേണ്ട, കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ചൂടാണ്, സമ്മറാണ്, നമ്മുടെ സെല്ലിന്റെ ഉള്ളൊക്കെ ഭയങ്കര ചില്ലിയാണ്, തണുപ്പാണ് AC ഒക്കെ ഇട്ടിട്ട്. അപ്പോ ഹി റിവേർട്ട് ഹിസ് ഏർലിയർ എവറി മിനിറ്റ് ഒബ്സർവേഷൻ. ഓക്കെ, തിരിച്ച് വീണ്ടും അവന്റെ ഈ 10 മിനിറ്റ്സ് ഒബ്സർവേഷനിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഓൾ ഗുഡ്. At 11:20 a.m., the receiver once more crackled across the silence of the governor's office, and McCleary informed Evans that only 5 minutes remained. The examination was almost over now, but something still gnawed away quietly in the governor's mind. He reached for the phone once more. Okay, now പെട്ടെന്ന് again നമ്മുടെ ഫോണ് റിങ് ചെയ്തു. അതായത് അതൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഇനി 5 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ എക്സാമിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു. The examination was almost over now. ഏകദേശം കഴിയാറായി. But something still gnawed away quietly in governor's mind. He reached for once. പെട്ടെന്ന് എന്തോ ഒന്നുകൂടി ഇയാളുടെ മനസ്സിലേക്ക് വന്നു. നമ്മുടെ ഗവർണറിന്റെ വീണ്ടും ഫോൺ എടുത്തു. At 11:22 a.m., Jackson shouted along the corridor to Stephen. The governors wanted to speak with him. Hurry, man.
പെട്ടെന്ന് വായോ ഗവർണറിനോട് സംസാരിക്കണം. സ്റ്റീഫൻ picked up the phone apprehensively and listened to the rapidly spoken orders. Stephen himself was to accompany McCleary to the main prison gates. Understood? Stephen personally was to make absolutely sure that the door was locked on events after McCleary had left the cell. Understood? പെട്ടെന്ന് വീണ്ടും ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ഗവർണർക്ക് നിന്നോട് സംസാരിക്കണമെന്ന് ജാക്സൺ പറഞ്ഞപ്പോൾ ഇയാൾ ആങ്ഷ്യസ്ലി ആവേശപൂർവ്വം എന്താണെന്നറിയാണ്ട് പെട്ടെന്ന് തന്നെ ഫോണൊക്കെ എടുത്തു. വാട്ട് വാസ് ദ ഓർഡേഴ്സ്? യെസ്, അതായത് മെക്ലീറിനെ ആഫ്റ്റർ ദ എക്സാമിനേഷൻ സ്റ്റീഫൻ തന്നെ അക്കമ്പനി ചെയ്യണം ടു ദ ഗേറ്റ്. അത് മാത്രമല്ല ഇയാൾ പുറത്തിറങ്ങിയതിനു ശേഷം മെക്ലറി പുറത്തിറങ്ങിയതിനു ശേഷം ലോക്ക് നന്നായി ബന്ധിച്ചിട്ടുണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തണം. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒന്നും കൂടി അഷുറൻസ് വരുത്താൻ വേണ്ടി ഒന്നും കൂടി ബ്രീഫ് കൊടുത്തു. At 11:25 AM the governor heard the final exchanges. Okay, the last exchanges. What is that? Exchanges, what is the conversations? McCleary, you can stop writing please. Put your sheets in order and see there's correctly numbered. ഓക്കെ, അങ്ങനെ എക്സാം കഴിഞ്ഞു. സ്റ്റോപ്പ് റൈറ്റിംഗ്, പേജുകളൊക്കെ ഓർഗനൈസ് അക്കോർഡിംഗ് ടു ദ നമ്പർ നീ ഓർഗനൈസ് ചെയ്യുക. സ്ക്രാപ്പിംഗ് ഓഫ് ചെയർസ് ആൻഡ് ടേബിൾസ്, അത് ചെയറൊക്കെ വലിക്കുന്ന സൗണ്ടുകൾ കേൾക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഗവർണർ കേൾക്കുകയാണ്. താങ്ക് യു വെരി മച്ച് സർ. ഓൾ റൈറ്റ് വാസ് ഇറ്റ്? നോട്ട് ടു ബാഡ്. ഗുഡ് മിസ്റ്റർ സ്റ്റീഫൻ. Now എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഓക്കെ, നോട്ട് ടു ബാഡ്, ഒക്കെ ഓക്കെയാണ്. അങ്ങനെ നമ്മുടെ മിസ്റ്റർ സ്റ്റീഫന്റെ അടുത്ത് പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തു എവറിത്തിങ് വെരി ലൗഡ്, അതായത് ഞങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എവറിത്തിങ് ഹാവ് ഡൺ പെർഫെക്റ്റ്ലി മിസ്റ്റർ സ്റ്റീഫൻ. ദ ഗവർണർ ഹേർഡ് ദ ഡോർ ക്ലാങ് for the last time. The examination was over. അങ്ങനെ ഫൈനലി ദ എക്സാമിനേഷൻ വാസ് ഓവർ. ലാസ്റ്റ് ഡോറിന്ന് ഉണ്ടാവുന്ന ആ സൗണ്ട് കൂടി, അതായത് ഡോർ തുറന്ന് നമ്മുടെ ക്ലിയറി പുറത്തേക്ക് വരുന്ന സൗണ്ട് വരെ നമ്മുടെ ഗവർണർ കേട്ടു. അപ്പോൾ ഹി അഷ്യൂർഡ് ദാറ്റ് എവറിത്തിങ് ഹാവ് ഡൺ വിതൗട്ട് എനി പ്രോബ്ലം. ദാറ്റ് മീൻസ് സ്റ്റിൽ അവർ ഇവൻസ് ഈസ് ദർ ഇൻ ദ സെൽ. ഓക്കെ, അപ്പൊ അവര് ഓക്കെ റിലാക്സ്ഡ് ആണ്, എവിടെയും പോയിട്ടില്ല, ഇവന്റ്സ് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അവരുടെ ഡൗട്ട് എന്തായിരുന്നു? ഈ ഡ്യൂറിംഗ് ദീസ് എക്സാമിനേഷൻ എന്തെങ്കിലും സൂത്രം കാട്ടിയാൽ മുങ്ങോ എന്നുള്ള ഡൗട്ടായിരുന്നു. പക്ഷേ എക്സാം കഴിഞ്ഞു, ഇവൻ ജീവനോടെ സെല്ലിൽ തന്നെയുണ്ട്. മെക്ലീറി പുറത്തേക്ക് വന്നു. നോ, സ്റ്റീഫനോടുകൂടി സ്റ്റീഫൻ അക്കമ്പനി ചെയ്തിട്ട് മെക്ലീറി പോകുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഇപ്പൊ ഇവിടെ നിർത്തുകയാണ്. ഇതുവരെ എടുത്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സമാധാനപൂർവ്വം ഇരുന്ന് വായിക്കുക. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടായെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ വീണ്ടും പഴയ മെത്തേഡിലേക്ക് വരാം, പക്ഷെ കുറച്ച് പോർഷനായിട്ട് വരാം. ഓക്കെ, പിന്നെന്താ, ഒന്നുമില്ല. അപ്പൊ നന്നായി വായിക്കുക, പഠിക്കുക. എക്സാമിന് എല്ലാവരും ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ പതിവ് പോലെ വേണ്ട ചാപ്റ്റേഴ്സും നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കമന്റ് ചെയ്തോളൂ. നോ വറീസ്, നമ്മൾ പതുക്കെ എല്ലാം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഡോണ്ട് വറി അറ്റ് ഓൾ. ഓക്കെ, സോ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺ വിത്ത് മീ. ബൈ ബൈ.